ഓട്ടോറിക്ഷയുടെ കളക്ഷൻ കിടപ്പുണ്ട്. ഓട്ടോറിക്ഷ ഇത് 2014 വണ്ടിയാണ്. ഓക്കെ, 10 മാസം പേപ്പർ ഉണ്ട്, പുതിയ ഇൻഷുറൻസ് ആണ്. ഐറിസ് വെള്ള കളർ, എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2015 വണ്ടിയാണ്. ഇത് പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് ജീത്തോടെ ഗുഡ്സ് ആണ്. 2017 നീളം കൂടിയ വണ്ടിയാണ്. പേപ്പർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അടുത്ത ജീത്ത് ഒരു 3 കിടപ്പുണ്ട്. 2018 വണ്ടിയാണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നന്ദകുമാർ. ഞാനിപ്പോൾ ഉള്ളത് ശബരി ഓട്ടോ സെല്ലിലാണ്. അപ്പം കൊല്ലം കല്ലുവാതുക്കലാണ് ലൊക്കേഷൻ വരുന്നത്. ഇവിടുത്തെ ജയൻ ചേട്ടനോട് ചേട്ടാ വീട്ടിലോട് സ്വാഗതം. നമ്മുടെ അത്യാവശ്യം ഇവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മിക്കവാറും വെള്ളിമുഖം, അത് നമ്മുടെ ടാറ്റ ഐറിസിൻ്റെ കളക്ഷൻ തന്നെയാണല്ലേ മെയിനായിട്ട്. പിന്നെ ഓട്ടോറിക്ഷ ഉണ്ട്, അതേമാതിരി കാറുകളും ഉണ്ട് കേട്ടോ. എല്ലാം മിക്സായിട്ടാണ്. ചിലപ്പോൾ നമ്മൾ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം പോലെ ലോൺ ഇതിനൊക്കെ 2013 തൊട്ട് പിന്നെ ലോൺ കിട്ടും ചെയ്യുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയാം. നമ്മുടെ ഇത് കൊല്ലം തിരുവനന്തപുരം ഹൈവേയിൽ കല്ലുവാതക്കൽ എന്ന് പറയുന്ന സ്ഥലം. കൊല്ലത്തു നിന്ന് 20 കിലോമീറ്റർ, തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 50 കിലോമീറ്റർ. തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലും, കൊല്ലത്തു നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഹൈവേയിലും സർവീസ് റോഡിലാണ്. ഓക്കെ, അപ്പം അവരുടെ നമ്പർ സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പം നേരെ വീഡിയോ കൊടുക്കും. ജയചേട്ടാ, നമ്മളെ ആദ്യം നമുക്ക് ഐറിസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? എല്ലാവർക്കും ഓണാശംസകൾ പറയണ്ടേ? ആദ്യം ഓണാശംസകൾ. എല്ലാവർക്കും ഓണാശംസകൾ. ഓക്കെ, നമ്മൾ വീഡിയോ ഒരു കുറച്ച് ദിവസം ആയിപ്പോ അല്ലേ? ഒരു മാസം കഴിഞ്ഞതാണ്, 2 മാസമായി. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഡീറ്റെയിൽസ് പറഞ്ഞത്? ഇത് 2013 വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പാണ്. ഓക്കെ, നമ്മൾ പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന റേറ്റാണ്. നമ്മളിപ്പം പുതിയ ഇൻഷുറൻസ്, പുതിയ ടെസ്റ്റ്, പുതിയ GPS പെയിന്റ് ചെയ്തിട്ടുണ്ട്, മെക്കാനിക്കൽ എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പുതിയ ടെസ്റ്റ് ചെയ്ത് പേപ്പർ എടുത്ത് കൊടുക്കാം, പേര് മാറി കൊടുക്കാം. ഇത് നമ്മൾ 1.5 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. 1.5 നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ ചെറിയ രീതിയിൽ. അടുത്ത വണ്ടിയോ? ഇത് 2013 ഇത് 2013 വണ്ടിയാണ്. ഇത് പേപ്പർ ഭാഗം പിന്നെ 8 മാസം പേപ്പറുണ്ട്. ഇൻഷുറൻസ് പുതിയ എടുത്ത് കൊടുക്കാം. ഇതിനും ആ റേറ്റ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സെയിം റേറ്റ്. അതെ അതെ, ഇതെല്ലാം ലോണ് കയറുന്നതാണ്. 2014 വണ്ടിയാണ് ഇത്. പേപ്പർ ഒരു 3 മാസമേ ഉള്ളൂ. നമ്മളെ പേര് മാറി ഇത് ഒരു 1.60 കൊടുക്കാം. നമുക്ക് 1.60 വലിയ മെക്കാനിക്കൽ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. പക്കയാണ്. ഒരു വണ്ടിക്ക് മെക്കാനിക്കൽ കാണത്തില്ല, മെക്കാനിക്കൽ നമ്മൾ ചെയ്താ കൊടുക്കുന്നത്. അതെ അതെ. അടുത്തൊരു വണ്ടി അത് 2019 2019 വണ്ടിയാ. ഒരു വർഷം പേപ്പർ കിടപ്പുണ്ട്. വണ്ടിക്ക് വലിയ പണിഭാഗങ്ങളും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം പണി ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. സിംഗിൾ RC വണ്ടിയാണ്. ഇത് നമ്മളൊരു 2.80 പ്രതീക്ഷിക്കുന്നത്. നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇത് കാണിച്ചാൽ ഓട്ടോറിക്ഷയുടെ കളക്ഷൻ കിടപ്പുണ്ട്. ഓട്ടോറിക്ഷ ഇത് 2014 വണ്ടിയാണ്. 10 മാസം പേപ്പറുണ്ട്, പുതിയ ഇൻഷുറൻസ് ആണ്. അതിനപ്പുറം ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എഞ്ചിൻ പണിഞ്ഞിട്ട് 100 കിലോമീറ്റർ ഓടിയിട്ടില്ല. വിത്ത് ബില്ല് ഉൾപ്പെടെ പണിഞ്ഞിരിക്കുന്നത്. വണ്ടി എന്തായാലും എടുത്തോണ്ട് പോകുന്ന ഒരാൾക്ക് ഒരു പണിയുമില്ല. ടയർ നല്ല കണ്ടീഷനാണ്. മെക്കാനിക്കല് വലിയ ഭാഗങ്ങളൊന്നുമില്ല. എഞ്ചിനൊന്നുള്ള ബജാജ് ഡീസൽ കോമ്പാക്ട്. ഇത് നമുക്ക് പേര് മാറി 1 ലക്ഷം രൂപ കൈ കിട്ടിയാൽ കൊടുക്കാം. 1 ലക്ഷം രൂപ കൊടുക്കാം. ഈ പണിയെല്ലാം എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ബജാജിന്റെ CNG ആണ്. ഇത് 2023 വണ്ടിയാണ്. ഇത് സ്റ്റീലൊക്കെ കയറ്റി കൊല്ലം മോഡൽ പണിഞ്ഞ വണ്ടിയാണ്. ഹൈറ്റ് കൂട്ടി പണിഞ്ഞ വണ്ടിയാണ്. സ്റ്റീലൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ഇത് നമുക്കൊരു 1.70 കൊടുക്കാം. ഇപ്പം ടൈമിംഗ് ബെൽറ്റ് എല്ലാം മാറിയിട്ടിരിക്കുന്ന വണ്ടിയാണ്. ഇത് 2022 ഡീസൽ വണ്ടിയാ. നമുക്കിത് ടെസ്റ്റ് ചെയ്ത ഒരു 2.5 കൊടുക്കാം. അപ്പം പേപ്പർ തീർന്നു. ഇനിയിപ്പോ ഞാൻ വിചാരിച്ചു ടെസ്റ്റ് ചെയ്താൽ കൊടുക്കാന്ന് വെച്ചതാ. 2.5 കൊടുക്കാം. അത് 2025 ജനുവരി രജിസ്ട്രേഷൻ ആണ്. ഇത് ഹൈറ്റ് കൂടി ഇപ്പൊ ഞാൻ പണിയിച്ച വണ്ടിയാ. സ്റ്റീലൊക്കെ കയറ്റി നല്ല തട്ടപ്പോ ഇത് സീറ്റ് എല്ലാം ബക്കറ്റ് സീറ്റും എല്ലാം ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ പുത്തനാണ്. നല്ല ടയർ. പേപ്പർ ഭാഗങ്ങളുണ്ട്. അടുത്ത പിന്നെ ജനുവരി വരെ പേപ്പർ ഭാഗങ്ങളുണ്ട്. ഇത് നമുക്ക് തീർത്ത് ഒരു 2.5 നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അടുത്ത വണ്ടി ഇത് 2024 12 മാസം വണ്ടിയാണ്. CNG കോമ്പാക്ട്. ഇതെല്ലാം കോമ്പാക്റ്റാ കിടക്കുന്നത്. ഇത് നമുക്ക് ഒരു 1.80 കൊടുക്കാം. 1.80 ലോൺ കയറുന്ന വണ്ടികളല്ലേ? ഇതെല്ലാം ലോൺ കയറുന്നതാണ്. ആട്ടോ 2021 മുതലുള്ള എല്ലാ വണ്ടികൾക്കും ലോൺ കയറും. ഇത് 2019 തന്നെ. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടിയാ. വണ്ടി 1 വർഷത്തിന് മേളിൽ പേപ്പർ കിടപ്പുണ്ട്. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാ. 1 വർഷത്തിന് മേളിൽ കിടപ്പുണ്ട്. ഇത് നമ്മൾ 2.80 പ്രതീക്ഷിക്കുന്നത്.
ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി കേട്ടോ, ഇത് 2018. ഇതും 1 വർഷം മേളിൽ പേപ്പറുണ്ട്. പിന്നെ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പാണ്. വണ്ടി അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടിയാണ്. ഓക്കെ. ഞാൻ തന്നെ ഫസ്റ്റ് ഓണർ സെക്കൻഡ് ഓണർക്ക് എടുത്തു കൊടുത്തതാ. കക്ഷി ഗൾഫിൽ പോയതുകൊണ്ട് എന്നെ തന്നെ വിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ഓക്കെ. നമ്മൾ ഉണ്ടായിരുന്ന പണികൾ കൊണ്ടുവന്നെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. ടയർ മാറിയിട്ടുണ്ട്. ബാക്കി എല്ലാ പണികളും ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നമ്മളൊരു 2.5 രൂപയാണ് ചോദ്യം. അടുത്ത വണ്ടി ഇത് 2015 വണ്ടിയാണ്. 2015 സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. ഓക്കെ. ഇത് നമ്മൾ ചോദിക്കുന്നത് ഇത് 2 രൂപയാണ് ചോദിക്കുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. നല്ല മെക്കാനിക്കലൊക്കെ ഉണ്ടായിരുന്ന ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. 2 രൂപ. ഇതിന് 2018 വണ്ടിയാണ്. ഇതും പേപ്പർ ഭാഗങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 2018 സെൻസർ വണ്ടി. ഇല്ല, നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. 30 മൈലേജ് കിട്ടും. ഐറിസ് ജീത്തോ 30 മൈലേജ് കിട്ടും. എന്തോ ഇത് നമ്മൾ 2 രൂപയെ പറഞ്ഞു. 2.45 കൊടുക്കുക. ഇത് ജീത്തോടെ ഗുഡ്സ് ആണ്. 2017 നീളം കൂടിയ വണ്ടിയാണ്. പേപ്പർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. പാച്ച് വർക്ക് ഇല്ല, മെക്കാനിക്കൽ കുഴപ്പമില്ല. ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. വണ്ടി പിന്നെ ഗ്രില്ലും പേരിയൊക്കെ അടിച്ചിട്ടുണ്ട്. പാച്ച് വർക്ക് ഒന്നുമില്ല. നമുക്ക് 1.25 രൂപയ്ക്ക് കൊടുക്കാം. നീളം കൂടിയ വണ്ടിയാണ്. 2018 വണ്ടിയാണ്. 19 വണ്ടിയാണ് ഇത്. ഇത് നീളം ഇതിന്റെ ഇച്ചിരി കൂടെ നീളം കുറഞ്ഞ വണ്ടിയാണ്. ബുക്ക് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ഇത് ഒരു 2.25 രൂപയ്ക്ക് കൊടുക്കാം. ഇത് ടാറ്റയുടെ വെള്ളിമൂങ്ങയാണ്. വെള്ളിമൂങ്ങയുടെ ഗുഡ്സ് ആണ്. 2018-19. പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി നമുക്ക് ഒരു 1.70 കൊടുക്കാം. 2018 വണ്ടിയാണ്. ഇതിന് പേപ്പർ കുറവാണ്. 2-3 മാസം പേപ്പറേ ഉള്ളൂ. വണ്ടി മെക്കാനിക്കലും പാച്ച് വർക്കും ഒക്കെ ഉള്ളത് ചെയ്തിട്ടിരിക്കുക. എല്ലാം കഴിഞ്ഞ് കിടക്കുക. ഏകദേശം സെയിം തന്നെ വരുന്നത്. ഇത് നമുക്കൊരു 3.20 കൊടുക്കാം. ജീത്തോയ്ക്ക് വില കൂടുതലാണ്. ഇത് 2019 വണ്ടിയാണ്. ഇത് പുതിയ ടെസ്റ്റ് ചെയ്ത് പേര് മാറി കൊടുക്കുന്ന സിംഗിൾ RC ആണ്. നല്ല വെറൈറ്റി കളറല്ലേ? വെറൈറ്റി നല്ല വണ്ടിയാണ്. നമുക്കിതൊരു ടയറൊക്കെ ഫ്രണ്ട് പുതിയതാ. പുതിയ ഇൻഷുറൻസ് എടുക്കുക. ഇപ്പോൾ 1 മാസം കൂടെ പേപ്പർ കിടപ്പുണ്ട്. നമ്മൾ പുതിയ ടെസ്റ്റ് ചെയ്ത് പേര് മാറി കൊടുക്കാം. ഫ്രണ്ടിൽ പുത്തൻ ടയർ ബാക്ക് നല്ല ടയറാണ്. ഇത് നമുക്കൊരു 4.20 കൊടുക്കാം. പേര് മാറി കൊടുക്കാം. ലോണൊക്കെ 2.5 രൂപയ്ക്ക് അടുത്ത് ലോൺ കിട്ടും. അടുത്ത വണ്ടി ഇത് 2023 സിംഗിൾ RC ആണ്. ഇതും പിന്നെ പുതിയ ടെസ്റ്റ് ചെയ്ത് പേര് മാറി കൊടുക്കാം. എല്ലാം നല്ല ടയറുകളാണ്. വണ്ടി മെക്കാനിക്കലോ പാച്ച് വർക്കോ ഒന്നുമില്ല. പെയിന്റിങ് എല്ലാം പുതിയതാണ്. നമ്മൾ ഇത് നമുക്കൊരു 3.65 കൊടുക്കാം. ഞാൻ 3.70 വണ്ടിക്ക് പറഞ്ഞിരുന്നു. ഇപ്പം ഇച്ചിരി ഡൗൺ കുറഞ്ഞ് കൊടുക്കുക. ഇത് 2015 വണ്ടിയാണ്. ഇത് പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ്. അടുത്ത ജനുവരി വരെ പേപ്പറുണ്ട്. വണ്ടി നല്ല കണ്ടീഷൻ, നല്ല ലുക്കിൽ കിടക്കുന്ന വണ്ടിയാണ്. വൃത്തിയായി കിടക്കുന്ന വണ്ടിയാണ്. നല്ല മെക്കാനിക്കൽ എല്ലാം ഉള്ള വണ്ടിയാണ്. ഇത് നമുക്കൊരു 2.5 ചോദിക്കുന്നത്. ലോണ് ഇതിനൊക്കെ ഒരു 1.20-30 ലോണ് കയറും. അടുത്ത വണ്ടി ഇത് 2015 പ്രൈവറ്റ് വണ്ടിയാണ്. പ്രൈവറ്റ് ആണല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ഈ പ്രൈവറ്റ് ആകുമ്പോൾ നമുക്ക് 15 വർഷത്തെ പേപ്പർ ഉണ്ടാവുമല്ലോ? 15 വർഷം പേപ്പറുണ്ട്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്? ഇത് നമ്മളൊരു 1.25 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ പണിയും ചെയ്തിട്ടിരിക്കുക. പ്രൈവറ്റിന് ലോൺ കയറുമോ? ലോണ് കയറും. അപ്പോൾ ജയചേട്ടാ, നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യല്ലേ? അതെ. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. നമ്മൾ അത്യാവശ്യം നല്ല ഓണത്തിന്റെ കളക്ഷൻ കാണിച്ചിട്ടുണ്ട്. നല്ല ജയചേട്ടാ വേറെ സ്റ്റോക്കുകൾ വരാനുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും മേളിലൊക്കെ വണ്ടി കിടപ്പുണ്ട്. പിന്നെ എല്ലാം കൂടി ഇതിൽ കയറ്റേണ്ടതെന്ന് വിചാരിച്ചിട്ട് കാണിക്കാത്ത ഇനിയും സ്റ്റോക്കുകൾ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ വന്ന ഒരുപാട് വണ്ടികൾ അടുത്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. തീർച്ചയായും. ഓണാശംസകൾ.